നമസ്കാരം, ഞാൻ ദർശന. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അതുപോലെ ഒരു മെത്തഡ് ഓഫ് കോസ്റ്റിംഗ് ഒന്നല്ല മാർജിനൽ കോസ്റ്റിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാരിയബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. അപ്പോൾ കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇത് കൂടാണ്ട് ഒരു ടൈപ്പും കൂടി ഇല്ലേ, സെമി വാരിയബിൾ കോസ്റ്റ് ഇല്ലേന്ന്. സെമി വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ ഒരു പോർഷൻ ഫിക്സഡ് ആയിരിക്കും, മറ്റൊരു പോർഷൻ വാരിയബിൾ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ സെമി വാരിയബിൾ കോസ്റ്റിനെ നമുക്ക് വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് കാറ്റഗറി മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി എന്താണ് ഈ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ്? അപ്പോൾ നമ്മുടെ ഇതൊരു പെൻ മാനുഫാക്ചറിങ് ബിസിനസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസസ് വരും? നമുക്ക് ഇതിലേക്ക് റോ മെറ്റീരിയൽസ് ആവശ്യം വരും, പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പിന്നെ ഇപ്പോൾ ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കേണ്ടി വരും, പിന്നെ ഓഫീസ് പേഴ്സൺസ് ഉണ്ടാവും, അവർക്ക് സാലറി കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവും. പിന്നെ മെഷീന്റെ ഡിപ്രിസിയേഷൻ, അങ്ങനെ കുറേ എക്സ്പെൻസുകൾ വരും. അപ്പൊ ഇതിൽ നമുക്ക് ഈ റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ പെന്നിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു പെന്നിന് എത്ര കോസ്റ്റ് വരും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസസ് ആണ് വാരിയബിൾ എക്സ്പെൻസസ്. ഇപ്പോൾ ഒരു പെന്നിന് വേണ്ടി വരുന്ന വാരിയബിൾ എക്സ്പെൻസസ് 5 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു പെന്നും കൂടി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? വാരിയബിൾ എക്സ്പെൻസസ് 10 രൂപ വരും. അതായത് 5 രൂപ, 5 രൂപ, അങ്ങനെ 10 രൂപ വരും. അപ്പോൾ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ വാരിയബിൾ എക്സ്പെൻസസിന് മാറ്റം വരും. അപ്പോൾ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ വാരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് വാരിയബിൾ കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഈ പെന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിലായിരിക്കുമല്ലോ. അപ്പൊ ആ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു 10,000 രൂപയാണ് നമ്മുടെ റെന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു 10,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ നോർമൽ കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. അതായത് നോർമലി നമ്മൾ 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ 10,000 റുപ്പീസ് റെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. 10,000 അല്ലാണ്ട് നമ്മൾ ഒരു 20,000 യൂണിറ്റ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ 10,000 റുപ്പീസ് തന്നെയായിരിക്കും റെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇനി ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഒരു 5,000 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന റെന്റ് 10,000 റുപ്പീസ് തന്നെയായിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് മാറുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആസ് എ ടോട്ടൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ കോൺസ്റ്റന്റ് ആയിരിക്കും. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കോൺസ്റ്റന്റ് ആയിരിക്കുക. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഈ വാരിയബിൾ കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ അഡീഷണൽ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് മാറുന്നതാണ് വാരിയബിൾ കോസ്റ്റ് എന്ന്. ഈ വാരിയബിൾ കോസ്റ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് തന്നെയാണ് മാർജിനൽ കോസ്റ്റ്. ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് അഗ്രിഗേറ്റ് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് എപ്പോഴും പെർ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരു പെന്നും കൂടി സെല് ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? 20 റുപ്പീസ് കിട്ടും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് മാർജിനൽ കോസ്റ്റിംഗ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വാരിയബിൾ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന്. മാർജിനൽ കോസ്റ്റ് എപ്പോഴും പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തായിരിക്കും? വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാത്രമായിരിക്കും നമ്മുടെ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ. വോളിയം പ്രൊഡക്ഷൻ ഓൺലി ഫാക്ടർ which influences cost. നമ്മളിപ്പോൾ ഈ
പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ ബേസിക് അസംഷൻസ്. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, all elements of cost can be segregated into variable and fixed components. Second one, variable cost per unit remains constant. Third one, total fixed cost remains constant. Fourth one, selling price per unit remains constant. Fifth one, the volume of production is the only factor which influences cost. അപ്പോൾ ഈ 5 അസംഷൻസ് ആണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ ബേസിക് അസംഷൻസ്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? കോസ്റ്റ് മാത്രമാണോ കണക്കാക്കുക? അങ്ങനെയല്ലല്ലോ. നമ്മൾ അതിന്റെ കൂടെ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യും. അപ്പോൾ സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇനി ഇതിനെ തന്നെ നമുക്കൊന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അതായത് സെയിൽസ് ഈക്വൽ ടു വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും, പോരാത്തതിന് വാരിയബിൾ ഓവർ ഹെഡ്സ് ഉണ്ടാവും. നമുക്ക് അതൊന്ന് എഴുതിക്കൂടെ? വാരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വാരിയബിൾ ഓവർ ഹെഡ്സ്. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി കൂട്ടിയാൽ അതിനെ നമ്മൾ എന്താ പറയുക? പ്രൈം കോസ്റ്റ്. കോസ്റ്റ് ഷീറ്റ് പഠിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അതിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ്, ഇതാണ് വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള ഫിക്സഡ് ഓവർഹെഡ്സ് മാത്രമാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്തിനാ ഞാൻ എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളെ നമുക്കൊന്ന് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ വോളിയം 10,000 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. യൂണിറ്റ്സ് 10,000. വാരിയബിൾ കോസ്റ്റ് എത്രയാ? 5 rupees per യൂണിറ്റ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് ₹5 per യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാ നേരത്തെ പറഞ്ഞത്? 10,000 rupees. സെല്ലിംഗ് പ്രൈസ് ₹10 per യൂണിറ്റ്. ഇനി നമുക്ക് ഇതിനൊരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ എഴുതാം. ഫസ്റ്റ് സെയിൽസ്. സെയിൽസ് എത്രയാ? 10,000 into 10 rupees. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 10 rupees per യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 10,000 into 10, 1 lakh rupees. ഇനി ഇതിന് നമ്മൾ കോസ്റ്റ് കുറച്ചാലാണ് പ്രോഫിറ്റ് കിട്ടുക. അതെല്ലാവർക്കും അറിയാലോ. നമുക്കിവിടെ കോസ്റ്റിന് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഇത് മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് നമുക്ക് ആദ്യം സെയിൽസ് ചെയ്ത് കുറയ്ക്കാം. മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ് വരിക? 10,000 into 5 rupees, 50,000 വരും. എത്ര വരും? 50,000. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആണോ? ഇത് പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്താ ഫിക്സഡ് കോസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നത്? 10,000. അപ്പോൾ 10,000 rupees. ബാക്കി എത്ര വരും? 40,000 rupees. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. സെയിൽസ് എന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ച ഈ 50,000ന് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. എന്താണ് കാരണം? നമ്മൾ ഇനി അഡീഷണലി ഒരു 10,000 യൂണിറ്റ്സും കൂടി പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കാം. നമുക്കൊരു ഓർഡർ ഒക്കെ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു 10,000 യൂണിറ്റ്സും കൂടി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. അത് 10,000 തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ, അതായത് ഒരു ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണോ ഡേ ചെയ്യണോ, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ വാരിയബിൾ കോസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ. അതുകൊണ്ടാണ് ഈ മാർജിനൽ കോസ്റ്റിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഒരു മെത്തേഡിനെ പറയുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ്. കാരണം എന്താ? നമ്മൾ ഇവിടെ കോസ്റ്റിനെ വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാമല്ലോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. എങ്ങനെയാണത്? സെയിൽസ് 1 lakh
മൈനസ് കോസ്റ്റ്. കോസ്റ്റ് എത്രയാണ് വരിക? 50,000 10,000, അപ്പോൾ 60,000. ബാക്കി 40,000 എത്രയാ? പ്രോഫിറ്റ്. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ പറയുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. മാർജിനൽ കോസ്റ്റിംഗ് ആകുമ്പോൾ വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതും എക്സാമിന് ചോദിക്കാറുണ്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്, PV റേഷ്യോ. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് PV റേഷ്യോ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്, അതാണ് PV റേഷ്യോ. ഇതിനെ നമ്മളൊരു പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. PV റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഈ ഒരു എക്സാമ്പിളിൽ എത്രയായിരിക്കും PV റേഷ്യോ വരിക? കോൺട്രിബ്യൂഷൻ എത്രയാ? 50,000, സെയിൽസ് 1 lakh ഇൻറ്റു 100. അപ്പൊ എത്ര വരും? 50%. 50% ആണ് നമ്മളുടെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. PV റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെ വോളിയത്തിൽ വരുന്ന ചേഞ്ചസ് എഫക്ട് ചെയ്യുന്നു മനസ്സിലാക്കാനാണ്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ 50% ആണ്. ഇനി നമുക്ക് ഈ കോൺട്രിബ്യൂഷനെ നമുക്ക് പലതരത്തിൽ എഴുതിക്കൂടാ. ഇപ്പൊ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അങ്ങനെയും എഴുതിക്കൂടെ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് പലതരത്തിലായിരിക്കും ഡാറ്റ തരുന്നത്. അപ്പൊ എങ്ങനെ തന്നാലും നമ്മൾ അത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി ഇത് കൂടാണ്ട് PV റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല കൂടിയുണ്ട്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇപ്പൊ 2 വർഷത്തെ പ്രോഫിറ്റും 2 വർഷത്തെ സെയിൽസ് ഒക്കെ ചില ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവും. അത് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് പ്രോഫിറ്റ് വോളിയം റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല. PV റേഷ്യോ ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ CVP അനാലിസിസ്. CVP അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റും വോളിയമും പ്രോഫിറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. അതായത് കോസ്റ്റും വോളിയം പ്രോഫിറ്റ് ഈ 3 കാര്യങ്ങളും പരസ്പരം ഡിപ്പെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്തിനൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കാം. ലോസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം സെയിൽസ് എനിക്കറിയണം, അതുപോലെ തന്നെ ഒരു ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം സെയിൽസ് ഉണ്ടാവണം, പിന്നെ കോസ്റ്റിലും പ്രൈസിലും വോളിയത്തിലും വരുന്ന ചേഞ്ചസ് പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, പിന്നെ ഏത് പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റ് മിക്സ് ആണ് ഏറ്റവും പ്രോഫിറ്റബിൾ എന്ന് മനസ്സിലാക്കാൻ, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ കമ്പോണന്റോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണോ പുറത്തു നിന്ന് വാങ്ങുന്നതാണോ പ്രോഫിറ്റബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ചെയ്യുന്നത്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ തന്നെ നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്നും പറയാം. ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലെവൽ ഓഫ് ഓപ്പറേഷൻസിലാണോ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ്, അതായത് സെയിൽസും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനെ പറയുന്നതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റില് സെയിൽസും കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റില് പ്രോഫിറ്റും ലോസും ഉണ്ടായിരിക്കില്ല. നോ പ്രോഫിറ്റ് നോ ലോസ്. ഇതിനെ ക്രിട്ടിക്കൽ പോയിന്റ് എന്നും ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ പറയും. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇത് നമുക്ക് യൂണിറ്റ്സിലും അതുപോലെ തന്നെ വാല്യൂവിലും കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് യൂണിറ്റ്സിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇൻ യൂണിറ്റ്സ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്.
അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കിട്ടും. ഇനി വാല്യൂലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ വാല്യൂല് കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ, യൂണിറ്റ്സിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് വാല്യൂലും യൂണിറ്റ്സിലും ഇതൊന്ന് കണ്ടുപിടിച്ചാലോ? ഈ ഒരു എക്സാമ്പിൾ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സിൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 10,000. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ് വരുന്നത്? 5 rupees. 10,000 ആയിരുന്നല്ലോ നമ്മുടെ യൂണിറ്റ്സ്. അപ്പോൾ 5 rupees by 5 equal to 2,000 units. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് വാല്യൂ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്ര? 10,000 rupees ബൈ പി വി റേഷ്യോ എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 50%. സോ 0.50 ഈക്വൽ ടു 20,000 rupees. അപ്പോൾ വാല്യൂല് 20,000ഉം യൂണിറ്റ്സിൽ 2,000 യൂണിറ്റ്സും ആണ്. ഇങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുക. ഇനി ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് അതുപോലെ തന്നെ കോമ്പോസിറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ ചോദിച്ചെന്ന് വിചാരിക്കാം. ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ ഡിപ്രിസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ് അവിടെ കൺസിഡർ ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് നോൺ ക്യാഷ് ഐറ്റംസ് മൈനസ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഫിക്സഡ് എക്സ്പെൻസസ് മാത്രം എടുത്തിട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇനി കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 പ്രൊഡക്ട്സിന്റെ ഒക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും, സെയിൽസും കോൺട്രിബ്യൂഷൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോമ്പോസിറ്റ് പി വി റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ. അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ്. അപ്പൊ നമ്മൾ 2-3 മിക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു കാര്യം ചോദിക്കുള്ളൂ. കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടഡ് ലെവൽ ഓഫ് സെയിൽസും ബ്രേക്ക് ഇവൻ സെയിൽസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരു പോയിന്റ്, അതായത് കോസ്റ്റും സെയിൽസും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ്. അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി പോർഷൻ, അതായത് പ്രോഫിറ്റ് വരുന്ന ഒരു പോർഷനെ പറയുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് ആണിത്. ഒന്ന് പ്രൊജക്റ്റഡ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്. പിന്നെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുള്ളത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ്. അതായത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇവിടെ നമ്മൾ പ്രോഫിറ്റിന്റെ പോർഷൻ അല്ലേ കൺസിഡർ ചെയ്യുന്നത്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇനി അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ ചോദിക്കും, നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് തന്നിട്ട് ഇത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ എത്ര സെയിൽസ് ഇൻകർ ചെയ്യണമെന്ന്. അതായത് ഇപ്പൊ ഒരു 10,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര മാത്രം സെയിൽസ് ഉണ്ടാവണമെന്ന്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ 20,000 rupees പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി വരുന്ന സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാനും. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്? ഫിക്സഡ് കോസ്റ്റ് 1,50,000 rupees, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 15 rupees, സെല്ലിംഗ് പ്രൈസ് 30 rupees പെർ യൂണിറ്റ്. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. നമുക്ക് അത് വെച്ചിട്ട് ഈ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമുക്കിവിടെ യൂണിറ്റ്സിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 1,50,000 rupees ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയായിരിക്കും? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ 30 മൈനസ് 50 ഈക്വൽ ടു എത്രയാ? 1,50,000 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു എത്രയാ വരിക? 10,000 യൂണിറ്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്.
ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 20,000 റുപ്പീസ്. അപ്പോൾ സെയിൽസ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. നമുക്ക് ഇവിടെ സെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും ഡിസൈർഡ് പ്രോഫിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കണം. PV റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാ? ഇവിടെ 50, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വാല്യുബിൾ കോസ്റ്റ് 50 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100. അപ്പോൾ 50 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100. അപ്പോൾ എത്രയാണ് വരിക? 50%. ഇതാണ് നമ്മുടെ PV റേഷ്യോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1,50,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് 20,000 റുപ്പീസ്. PV റേഷ്യോ എത്ര? 50%. അപ്പോൾ 0.5 ഈക്വൽ ടു 1,70,000 ബൈ 0.5 ഈക്വൽ ടു റുപ്പീസ് 3,40,000. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യുക, ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. എല്ലാവർക്കും നന്ദി.